ബ്രിട്ടനിലെ കോടതി 4 വർഷം കഠിന തടവിന് ശിക്ഷിക്കുകയും അവിടുത്തെ മെഡിക്കൽ കൗൺസിൽ പ്രാക്ടീസ് ചെയ്യുന്നതിൽ നിന്ന് ആജീവനാന്തം വിലക്കുകയും ചെയ്ത ഡോക്ടർ കോഴിക്കോട്ടെ പ്രമുഖ ക്യാൻസർ സെന്ററിൽ രോഗികളെ ചികിത്സിക്കുന്നു. ഡോക്ടർ ഷമീർ ചന്ദ്രനാണ് ബ്രിട്ടനിൽ തന്റെ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും അതിക്രൂരമായി പീഡിപ്പിച്ച കേസിൽ ജയിൽ ശിക്ഷ വിധി വന്നതോടെ അവിടെ നിന്നും നാട്ടിലേക്ക് മുങ്ങി അവിടെ പ്രാക്ടീസ് നടത്തുന്നത്. കോഴിക്കോട് MVR ക്യാൻസർ സെന്ററിലെ ഓങ്കോളജി സ്പെഷ്യലിസ്റ്റാണ് ഡോക്ടർ ഷമീർ ചന്ദ്രൻ. പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമമായ BBC-യിൽ വരെ ഷമീർ ചന്ദ്രൻ ശിക്ഷിക്കപ്പെട്ട സംഭവം വാർത്തയായി മാറിയിരുന്നു. ഡോക്ടർ ഷമീറും ഭാര്യയും ഒരുമിച്ച് പരിയാരം മെഡിക്കൽ കോളേജിൽ പഠിച്ചവരാണ്. അവിടെ വെച്ച് തുടങ്ങിയ അടുപ്പം പിന്നീട് വിവാഹത്തിലും ഒടുവിൽ വിദേശത്തെ ഉയർന്ന ജോലികളിലും എത്തിക്കുകയായിരുന്നു. എന്നാൽ ഇംഗ്ലണ്ടിൽ എത്തിയതോടെ ഡോക്ടറുടെ ഭാവം മാറി. അതിക്രൂരമായി ഭാര്യയെയും കുഞ്ഞുങ്ങളെയും മർദ്ദിക്കുക, അസഭ്യം പറയുക, ബ്രിട്ടനിലെ കഠിനമായ വിന്റർ തണുപ്പിൽ രാത്രികാലങ്ങളിൽ വീട്ടിൽ കയറ്റാതെ വഴിയിൽ ഇറക്കിവിടുക തുടങ്ങിയ ക്രൂരതകളാണ് ഇയാൾ ചെയ്തുകൂട്ടിയിരുന്നത്. തന്റെ ഭാര്യയെ ചീത്ത വിളിക്കുന്നതിനും പല്ലും താടിയും തല്ലിപ്പൊഴിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നതുമായ ഇയാളുടെ ഓഡിയോ ക്ലിപ്പുകൾ പുറത്തു വന്നിരുന്നു. പീഡനം സഹിക്കവയ്യാതെ ഒടുവിൽ ഭാര്യ ബ്രിട്ടീഷ് പോലീസിനെ വിവരമറിയിക്കുകയും പോലീസ് എത്തി ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. തുടർന്ന് വിചാരണ പൂർത്തിയാക്കി ബ്രിട്ടനിലെ കാർലീസ് ക്രൗൺ കോടതി ഇയാൾക്ക് 4 വർഷത്തെ കഠിന തടവ് ശിക്ഷ വിധിച്ചു. കോടതി കൃത്യമായി ശിക്ഷ വിധിക്കുന്നതിന് തൊട്ടു മുൻപായി ഇയാൾ ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ച് ഇംഗ്ലണ്ടിൽ നിന്നും വിമാനം കയറി കേരളത്തിലേക്ക് മുങ്ങുകയായിരുന്നു. ഇതിന് പിന്നാലെ ബ്രിട്ടനിലെ ജനറൽ മെഡിക്കൽ കൗൺസിൽ 18 പേജുള്ള കടുത്ത ഉത്തരവിലൂടെ ഇയാളുടെ ഡോക്ടർ രജിസ്ട്രേഷൻ റദ്ദാക്കുകയും ബ്രിട്ടനിൽ ഇനി ഇയാൾ പ്രാക്ടീസ് ചെയ്യാൻ പാടില്ലെന്ന് ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തു. പൊതുജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തിയും മെഡിക്കൽ രംഗത്തിന്റെ അന്തസ്സും വിശ്വാസ്യതയും നിലനിർത്തുന്നതിനും വേണ്ടിയാണ് ഡോക്ടർ ഷമീറിനെ ആജീവനാന്തം അയോഗ്യനാക്കാൻ ട്രിബ്യൂണൽ തീരുമാനിച്ചതെന്നാണ് അന്ന് വ്യക്തമാക്കിയത്. ഇയാൾ തന്റെ തെറ്റുകളിൽ ഖേദിക്കുകയോ സ്വഭാവത്തിൽ മാറ്റം വരുത്താൻ ശ്രമിക്കുകയോ ചെയ്യാത്തതിനാൽ ഇനിയും സമാനമായ രീതിയിൽ പെരുമാറാൻ സാധ്യതയുണ്ടെന്നും നിരീക്ഷിച്ചിരുന്നു. എന്നാൽ UK-യിലെ നിയമവ്യവസ്ഥ തന്നോട് കടുത്ത വിവേചനമാണ് കാണിച്ചതെന്നും തന്നെ ഒരു സാധാരണ കുറ്റവാളിയെ പോലെയാണ് അധികൃതർ കൈകാര്യം ചെയ്തതെന്നായിരുന്നു ഇയാളുടെ വാദം. എന്നാൽ ബ്രിട്ടനിൽ ഒരു മെഡിക്കൽ കൗൺസിലും കോടതിയും ക്രിമിനലായി പ്രഖ്യാപിച്ച ഇയാളിപ്പോൾ കോഴിക്കോട്ടെ പ്രമുഖ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് രോഗികളെ സുഖമായി ചികിത്സിക്കുന്നു എന്നാണ് വ്യക്തമാകുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളും എത്തുന്ന ഒരു വലിയ ആശുപത്രിയിൽ ഇത്തരം ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളെ ഡോക്ടറായി ഇരുത്താൻ MVR മാനേജ്മെന്റിന് എങ്ങനെ സാധിക്കുന്നു എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. രോഗികളുടെ സുരക്ഷ മുൻനിർത്തി ഇയാളുടെ ചികിത്സാ യോഗ്യതകൾ പുനഃപരിശോധിക്കാൻ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലും സംസ്ഥാന സർക്കാരും തയ്യാറാകേണ്ടതുണ്ട്. ഇംഗ്ലണ്ടിലെ ജയിൽ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെട്ട് കേരളത്തിൽ സുഖമായി കഴിയുന്ന ഡോക്ടർ ഷമീർ ചന്ദ്രനെതിരെ മെഡിക്കൽ എത്തിക്സ് മുൻനിർത്തി നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം.